ഇവിടെ വന്ന് ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വിഭാഗത്തോടും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടുള്ള കന്യാസ്ത്രീകളോടും അച്ഛന്മാരോടെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ജോസ് കെ മാണി നേരത്തെ വന്നിരുന്നു, ഞങ്ങൾ ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ പരിപൂർണമായും സമ്പൂർണമായും ഈ ക്രൈസ്തവ വിഭാഗത്തോടൊപ്പം അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്കൊപ്പം നിലകൊള്ളേണ്ടത് അനിവാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പോരാട്ടമാണ്. ഒരു നിയമ പോരാട്ടത്തോടൊപ്പം തന്നെ സമൂഹത്തെ ഒന്നടങ്കം ഇതിൻ്റെ കൂടെ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചെറിയൊരു അലംഭാവം നമ്മുടെ ജാഗ്രതയിൽ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വലിയ വില നമുക്ക് നൽകേണ്ടി വരും. മുൻകാലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഏകപക്ഷീയമായിട്ടുള്ള അറസ്റ്റുകൾ നടന്നപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പരിഹാരം ഉണ്ടാവുമായിരുന്നു. ഞങ്ങളിപ്പോൾ അല്ലേ എന്ത് പറയും സിസ്റ്ററെ? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു വയോധികനായ ഒരു പാതിരിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ, അതും UAPA കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലുള്ളൊരു പ്രതിഷേധം ഉണ്ടായില്ല. ഒരു സ്ട്രോ കിട്ടാതെ തീരുമാനങ്ങളിൽ വന്ന നാളേക്ക് മാറ്റി. അതെ, ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ റിപ്പോർട്ടർ പണിയും കൊണ്ട് എടുക്കാത്തത്, ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ തീരുമാനം നാളേക്ക് മാറ്റി എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത്. ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ അത് ഇവിടെയുള്ള പത്രപ്രവർത്തകരാണ് ഞങ്ങളോട് പറയുന്നത്. വാദമെല്ലാം കഴിഞ്ഞു, പിന്നെ വിധിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. നാളെ തീരുമാനം വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ജാമ്യം കിട്ടി, അതുപോലെ തന്നെ ഈ FIR കള്ളക്കേസിനെ മുൻനിർത്തി ചാർജ് ചെയ്ത FIR കൂടി ക്വാഷ് ചെയ്യുന്നത് വരെ ഈ പ്രതിരോധവും ഈ പോരാട്ടവും തുടരുമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് ഞങ്ങൾ ഈ സിസ്റ്റർമാരൊപ്പം ഞങ്ങളിങ്ങനെ കൈകോർത്ത് നിൽക്കും. ഒരു തരത്തിലൊരു അലംഭാവം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് CPIയുടെ രാജ്യസഭയിലെ നേതാവ്, കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ, CPMൻ്റെ രാജ്യസഭയിലെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഞങ്ങൾ 3 പേര് കൂടി ഇവിടെ വന്നിരിക്കുന്നത്. ഇത് തീരുമാനം വരുന്നത് വരെ, നാളത്തെ തീരുമാനം വരുന്നത് വരെ, അതായത് വിധി എന്താണെന്ന് അറിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ഒരു അലംഭാവം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്, അതുപോലെ തന്നെ ആരുടെ ഭാഗത്തുണ്ടാകരുത്. ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കേവലം ക്രൈസ്തവർക്കോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കോ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഭരണഘടനയുടെ അടിസ്ഥാന അവകാശങ്ങൾ, മൂല്യങ്ങൾ, അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏതൊരു പൗരനും അവകാശപ്പെട്ട അവകാശം പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ള ഒരു ഇത്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഈ കോമ്പൗണ്ട് കണ്ടില്ലേ, ഇതൊരു സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള ആൾക്കാർ കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ കോമ്പൗണ്ടിലുള്ള സ്കൂളിൽ 3000 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോരാട്ടത്തിൽ ഇവരോടൊപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്